بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. അല്ലാഹു നാം ഏവരെയും ഖുർആനിന്റെ നൂറ് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി ഖുർആനിൽ പറഞ്ഞ തത്വങ്ങളനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് തരട്ടെ. നാം ഏവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 219 ആണ്. ഇതിലെടുക്കുന്നത് സൂറത്തുൽ ഹുമസ. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ എന്ന് പറയുന്ന സൂറത്ത്, അതിൻ്റെ പേരാണ് ഹുമസ എന്ന സൂറത്ത്. ഈ സൂറത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ഞാനൊന്ന് പറയാം. ജനങ്ങളെ കുത്തി സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അത് അവരുടെ നേരം പോക്കായിട്ട് ഏതോ ഒരു സദസ്സിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ അയാളെ സംബന്ധിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയും. ഇത്തരം സ്വഭാവക്കാരുണ്ട്. പിന്നെ ചിലർ കുത്തുവാക്ക് പറയുന്നു. ഈ 2 ഐറ്റം ആളുകളെ സംബന്ധിച്ചാണ്. അതായത് പരദൂഷണം പറഞ്ഞ് ആളുകളുടെ അഭിമാനം വരുന്നത്, കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് അവനെ വഷളനാക്കുക. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ പറയുന്നത്. അപ്പോൾ കുത്തുവാക്ക് പറയാൻ തീരെ തന്നെ പാടില്ല. കുത്തുവാക്ക് പറയുന്ന രംഗങ്ങൾ നമ്മൾ വളരെയധികം മനസ്സിലാക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് ഈ സൂറത്തിൽ ഇരിക്കുന്നിടത്ത് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം വിഡ്ഢികളുടെ സ്വഭാവമാണ് എന്നാണ് തഫ്സീറിന്റെ വക്താക്കൾ പറയുന്നത്. ഈ സൂറത്ത് വളരെയധികം ആക്ഷേപിക്കുന്നുണ്ട് ധനം ശേഖരിക്കുന്ന ആളുകൾ. ധനം ശേഖരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഈ ലോകത്ത് എന്നും ജീവിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണോ എന്ന് സംശയിച്ചു പോയി. ആ നിലയിലാണ് അവരുടെ ധനസമ്പാദനം. ഒരു ഹക്കും ബാത്തിലും ഇല്ലാതെ കണ്ട് തോന്നിയ വിധത്തിൽ കളവ് പറഞ്ഞിട്ടും പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഏതെല്ലാം നിലക്ക് അവരുടെ പൈസ കിട്ടണം, അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ പുറത്തു വരണം എന്നുള്ള നിലയിലൊക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. ഈ പല നിലയിലും കാശുണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിവരമായിട്ട് നമ്മൾ വ്യക്തമായി സംസാരിക്കാം. പിന്നെ ഇത് അവസാനിപ്പിക്കുന്നത് ഇത്തരം ആളുകൾ പരാജിതരായ ആളുകളാണെന്നും നഷ്ടിയ ആണെന്നും അവര് നരകത്തിൽ എന്നും ജീവിക്കുന്നവരാണെന്നും ഒരു കാലത്തും കെട്ടുപോകാത്ത അഗ്നിയുള്ള നരകമാണ് എന്നൊക്കെ ആണ് ഈ ആയത്തിന്റെ അവസാനം പറയുന്നത്, സൂറത്തിന്റെ അവസാനം. ഇൻഷാ അല്ലാഹ് ഇത് മൊത്തമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ وما أدراك يحسب أن ماله أخلد كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. 9 ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഓതിയത്.
സൂറത്തുൽ ഹുമസയിലുള്ള 9 ആയത്തിൽ. ഇതിന്റെ ഒറ്റവാക്ക് അർത്ഥവും ആശയവും പറയാം. വൈലുല്ലി കുല്യ ഹുമസ, വൈലുല്ലി കുല്യ ഹുമസ, കുത്തുവാക്ക് പറയുന്നവനാണ് സർവനാശം. ലുമസത്ത്, ആക്ഷേപിക്കുന്ന, പരദൂഷണം കൊണ്ട് ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്നവർക്കും ആണ് സർവനാശം. അപ്പൊ കുത്തുവാക്ക് പറയലും പരദൂഷണം പറഞ്ഞ് അവഹേളിക്കലും രണ്ട് തരം ആളുകളെ നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. കുത്തുവാക്ക് പറയല് ഒരുവിധ അറിവുള്ള ആളുകളാണ് ആവട്ടെ അല്ലാത്തവരാവട്ടെ അതില് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് അധിക ആളുകൾ. കാരണം മറ്റുള്ളവനെ മോശമാക്കാൻ വേണ്ടി കുത്തുവാക്കുകൾ പറയും. ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയ ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് പരദൂഷണം പറയും. അയാളാണ്ട് പോയി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, എന്നിട്ട് അയാളെ പറ്റി പരദൂഷണം പറയും. ഈ കുത്തുവാക്ക് പറയുന്നത് അയാളെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് കുത്തുവാക്ക് പറയുന്നത്. അത് കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ എല്ലാ രംഗങ്ങളിലും ഉണ്ട്, എങ്കിലും കൂടുതൽ കാണാൻ കഴിയുന്ന ചില രംഗങ്ങളുണ്ട്. അത് പണ്ഡിതന്മാരിലാണ്. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലുള്ള പാണ്ഡിത്യമാണോ എന്ന് ഞാൻ പറയുന്നില്ല. പണ്ഡിതന്മാരിലാണ് കൂടുതൽ ഈ കുത്തുവാക്കുകൾ പ്രയോഗിക്കുന്ന സ്വഭാവം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവര് ശ്രോതാക്കളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് അവർ സംസാരിക്കും, അവരുടെ പ്രസംഗത്തിലോ മറ്റൊക്കെ. അങ്ങനെ അത് ധാരാളം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് ഞാനത് എടുത്തു പറഞ്ഞു ചോദ്യം ചെയ്തപ്പോൾ അത് നിർത്തിയ രംഗങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം കുത്തുവാക്ക് പറയാണ് ഒരു നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ബാധിക്കുന്ന നിലയ്ക്ക് പറയാണ്. ആരെ പറ്റിയാ പറയുന്നതെന്നില്ല. അപ്പൊ അത് എത്ര വലിയ കുത്തുവാക്കുകൾ, അത് എന്ത് തരം കുത്തുവാക്കുകളൊക്കെ പറയുന്നത്. ഈ കുത്തുവാക്ക് പറയുന്ന ആളുകൾക്ക് ശരിയായ നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവില്ലാതെയാവാം, അതല്ലെങ്കിൽ അറിവിന്റെ കുറവുകൊണ്ടാവാം. അതിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ കുത്തുവാക്കുകൾ സർവ്വസാധാരണയായി പ്രയോഗിക്കുന്നവർ. ഏതായാലും അവർക്കാണ് സർവനാശവും എന്ന് ഖുർആൻ പറയണം. ഖുർആൻ പറയുമ്പോൾ പിന്നെ അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഖുർആന്റെ പിന്നെ ആ നിർദ്ദേശങ്ങൾ പ്രായോഗികമാക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. വൈലുല്യക്കുല്യ ഹുമസ, കുത്തുവാക്ക് പറയുന്നവർക്കാണ് സർവനാശവും ലുമസത്യം. ഗീബത്ത് പറയാ, അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അവഹേളിക്കുക, ഇവർക്കാണ് അവരുടെ ജനങ്ങളുടെ അഭിമാനത്തെ ഹനിക്കുക. അപ്പോൾ ഹമ്മാസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു യർത്താബിന്നാസ്. വൈലുല്യക്കുല്യ ഹമ്മാസ, ഹമ്മാസ് എന്ന് പറയുന്ന നല്ലൊരു യർത്താബിന്നാസ്, ജനങ്ങളെ പരദൂഷണം പറയുകയും ആരാധയും അവരുടെ അഭിമാനത്തിന് കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് ഷർമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹമ്മാസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ബഹുവചനമാണ് ഹുമസത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുത്തുവാക്ക് പറയുന്നവർ. ലമ്മാസ് എന്ന് പറഞ്ഞാൽ ലുമസ എന്ന് പറഞ്ഞത് ലമ്മാസിന്റെ ബഹുവചനാണ്. ലമ്മാസ് എന്ന് പറഞ്ഞാൽ ഗീബത്ത് പറയാം, ആളുകളെ അയപ്പാക്കുന്ന വിധത്തില്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് തൻ്റെ സഹോദരൻ വെറുക്കുന്ന കാര്യങ്ങൾ അയാളെ പറ്റി പറയാം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഉള്ള കാര്യമാണ് പറഞ്ഞെങ്കിലോ? ഉള്ള കാര്യമാണെങ്കിൽ ഗീബത്ത് പറഞ്ഞു. ഗീബത്ത് ഉള്ള കാര്യം പറഞ്ഞാലും ഗീബത്താവില്ല എന്നുള്ള ചില ധാരണ ഉണ്ട്. ഉള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് പറയും. ഗീബത്ത് പറയുന്നത് അവന് ഇഷ്ടപ്പെടാത്ത കാര്യം, തൻ്റെ സുഹൃത്ത് ഇഷ്ടപ്പെടാത്ത കാര്യം അവനെ പറ്റി പറയും. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമേ ഇതിനുള്ള എന്നില്ല, പെണ്ണുങ്ങളെ പറ്റിയും ഇത് എങ്ങനെ തന്നെ പറയാ. തൻ്റെ സഹോദരി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റൊരു ഒരു സ്ത്രീയെ പറ്റി പറയാം. പിന്നെ അതാണ് ഗീബത്ത്, ആണായാലും പെണ്ണായാലും ശരി.
അപ്പോൾ അങ്ങനെ ഗീബത്ത് പറയുമ്പോൾ അപ്പോൾ സഹാബത്ത് ചോദിച്ചു ഉള്ള കാര്യമാണ് പറഞ്ഞെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞാൽ ഗീബത്തായി. ഗീബത്ത് അത് അത് അള്ളാഹുവിൻ്റെ ഹക്കല്ല, മനുഷ്യർ തമ്മിലുള്ള ഹക്കാവുമ്പോൾ അത് പൊരുത്തപ്പെടിച്ച് തൗബ ചെയ്യിക്കാതെ അള്ളാഹു പൊറുപ്പില്ലത്. മറ്റുള്ള അള്ളാഹുവുമായിട്ടുള്ള അക്കടപാടുകൾ അള്ളാഹു ചിലപ്പോൾ പുറത്തേക്കാം. എന്നാൽ ജനങ്ങളുമായിട്ടുള്ള ഹക്കിടപാടുകൾ അവൻ പൊറുക്കാത്ത നിലയിൽ അള്ളാഹു അത് പുറത്തു തരില്ല. വളരെയധികം പ്രശ്നമുള്ള കാര്യമാണ് ഹമ്മാസും ഡമ്മാസുമായി തീരുക എന്നുള്ളത്. അപ്പം അത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. അദാബ് ഇതിൻ്റെ തഫ്സീർ അദാബും ശദീദും വഹലാക്കും ദിമാറും നിക്കുല്യമയ്യുന്നാസ. ആളുകളെ അയപ്പാക്കാൻ വേണ്ടി കുത്തുവാക്ക് പറയുന്നവർക്കാണ് സർവത്ര നാശം. എന്ത് നാശം? എത്രഫി ആരാധയും അതല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന് കുത്തുവാക്ക് കൊണ്ട് ശതമേൽപ്പിക്കുക അവർക്കാണ്. അതല്ലെങ്കിൽ ഈ കണ്ണുകൊണ്ട് കാട്ടുന്നൊരു പണി, കണ്ണുകൊണ്ട് ഇങ്ങനെ മറ്റാള് വേറെ ആളോട്, അല്ലെങ്കിൽ പിരികം കൊണ്ട് ഉള്ള ചില ഇഷാറത്തുകളൊക്കെ ഈ ഇതിൽ പെടും. ഇങ്ങനെ ഈ ആളെ അയപ്പാക്കുന്നതിലൊക്കെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. ഈ സൂറത്ത് ഇറങ്ങാൻ കാരണം മഖ്നസ് ബിൻ ശുറൈഖ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് സൂറത്ത് ഇറങ്ങിയത്. ആള് ജനങ്ങള് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ. ഒരാളെയും വിട്ടയക്കില്ല. ആളെ പരിചയപ്പെട്ടാൽ പിന്നെ അയാളെ പറ്റി പരദൂഷണം പറയാം. പിന്നെ വല്ലപ്പോഴും പരിചയപ്പെട്ട ആളാണെങ്കിൽ അയാളെ പറ്റി കുത്തുവാക്ക് പറയാനുള്ള സന്ദർഭം ഉണ്ടാക്കിയിട്ട് പറയാം. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഷുറൈഖ്, മഖ്നസ് ബിൻ ശുറൈഖ് എന്ന് പറയുന്ന ആള്. അയാളെ പറ്റിയാണ് ആയത്ത് ഇറങ്ങിയത്. ഈ സൂറത്ത് അങ്ങനെ ആളെ പറ്റി ഇറങ്ങിയാലും ശരി, ഇതെല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ഇതിൽ ഗുണപാഠമുണ്ട്. അത് സൂക്ഷിക്കണം. അത് നമ്മളുടെ ചെറിയൊരു സൂറത്താണത്. ഈ സൂറത്ത് വൈരുദ്ധ്യക്കുള്ള ഹുമസത്തിൽ ഹുമസ എന്നുള്ളത് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണ്. അലംതറ കൈഫയുടെ നേരെ മുന്നിലുള്ള സൂറത്താണ്. ഇനി അലംതറ കൈഫ എന്നുള്ള അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞ ആ സൂറത്താണ് അടുത്തതായിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ഈ സൂറത്തിന്റെ ഈ ഇറങ്ങാനുള്ള സന്ദർഭങ്ങളും അതിന്റെ ആശയവും ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ആയത്തിന്റെ വൈരുദ്ധ്യത്തിന്റെ ഉമ്മസത്തിന്റെ ഉമ്മസം. പിന്നെ അല്ലതി ജമാമാലം വാഴ്ത്തത, അല്ലതി എങ്ങനെയുള്ള ഇയാളാണ് ജമാമാലൻ, അവൻ ധനത്തെ ശേഖരിച്ചിട്ടുണ്ട്. വാഴ്ത്തതവും അതിനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്യാം. അല്ലതി ജമാമാലൻ ഗഫീറൻ, വളരെ ധനം ശേഖരിച്ച ആള്. ആര്? ഈ വ്യക്തി, ഈ മഖ്നസ് ബിൻ ശുറൈഖ് എന്ന് പറഞ്ഞ ആള്. അല്ലതി ജമാമാലൻ എന്ന് പറഞ്ഞാൽ ധാരാളം ധനം ശേഖരിച്ച ആള്. വാഴ്ത്തതഹു അതിനെ എണ്ണിക്കണക്കാക്കുന്നതിന് ആഹ്ലാദി എത്ര രൂപ ഉണ്ട്, 10,000 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം അല്ലെങ്കിൽ 10,000 രൂപ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എണ്ണിക്കൊണ്ടേ ഇരിക്കും അവൻ. കാരണം കുറഞ്ഞു പോകാൻ പാടില്ല. അത് വേണ്ടയിടത്ത് ചെലവഴിക്കില്ല, അള്ളാഹുവിൻ്റെ സബീലിൽ ചെലവഴിക്കില്ല. ഇങ്ങനെയുള്ള ഒരു ചങ്ങായി ആയിരുന്നു മഖ്നസ് ബിൻ ശുറൈഖ്. അപ്പോൾ അത് അക്കാലത്ത് 10,000 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 10 ലക്ഷം 20 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യ. അതായത് ധാരാളം ധനമുള്ള വ്യക്തികൾ പോലും ഈ നിലയിൽ ധനം കണ്ടമാനം ശേഖരിക്കുകയും അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതെ അങ്ങനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് ഹൈറായ ഒരു കാര്യത്തിനും ചെലവഴിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ആയത്ത് അക്സറു അന്നമാനവും അഹ്ലദ, അവൻ്റെ നിലപാട് കണ്ടു കഴിഞ്ഞാൽ
യഹ്സബു അവൻ വിചാരിക്കുന്നത് അന്നമാലവു തീർച്ചയായും അവന്റെ ഈ ധനം അഹ്റദഹു അവന് ശാശ്വത ജീവിതം നൽകിയിട്ടുണ്ട് എന്നാണ് അവൻ വിചാരിക്കുന്നത്. അവന്റെ ആ നിലപാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അവൻ ഈ ധനം കൊണ്ട് ശാശ്വതമായി ലോകത്ത് ജീവിക്കും എന്നാണ് അവൻ മനസ്സിലാക്കുന്നത് എന്നാണ് കാണുന്നവർക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തൊന്നും ഹാദൽ ജാഹിൽ ഈ വിഡ്ഢി മനസ്സിലാക്കുന്നത്, ഈ വിഡ്ഢി ചിന്തിക്കുന്നു ഫലത്തെ അഫലത്തെ അവൻ അശ്രദ്ധനായിക്കൊണ്ട് അന്നമാലഹു ശത്രുക്കും സല്ലതം ദുന്യാവിലായമൂത്തു ദുന്യാവിൽ അവൻ മരിക്കാതെ കണ്ട് ശാശ്വതമായിട്ട് ഈ ധനം അവന് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. യഹ്സബു അവൻ ചിന്തിക്കുന്നു, അവൻ വിചാരിക്കുന്നു അന്നമാലഹു തീർച്ചയായും അവന്റെ ധനം അഹ്ലദഹു അവനെ ഈ ലോകത്ത് ജീവിക്കാൻ ശാശ്വതമായ ജീവിതം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ തഫ്സീറും ആയത്തിന്റെ ഒറ്റവാക്കർത്ഥങ്ങളും ഞാൻ പറഞ്ഞു. കല്ലാലയും കല്ല എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. സംശയമില്ലാതെ യുമ്പതന്ന തീർച്ചയായും അവന് എറിയപ്പെടും. ഹുത്തമയിൽ എറിയപ്പെടും. ഹുത്തമ എന്ന് പറഞ്ഞൊരു നരക, ആ നരകത്തിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. യുമ്പതന്ന എന്നാണ്. യുമ്പതന്ന എന്ന് പറഞ്ഞാൽ രണ്ട് തേക്കീതാണ്. യുദറബുന്ന തീർച്ചയായും അവൻ അടിക്കപ്പെടും, പെടുക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ ല എന്നുള്ളതും അവസാനത്തെ ഒരു തേക്കീതിന്റെ നൂനും പിന്നെ ഫേലും യുമ്പതു എന്നുള്ള ഫേലും ഉണ്ട് ഇവിടെ. ഈ മൂന്ന് വാക്കാണ് യുമ്പതന്നയിൽ അടങ്ങിയിട്ടുള്ളത്. രണ്ട് വാക്കുകൾ, ആദ്യത്തെ ല എന്ന വാക്കും അവസാനത്തെ ന എന്നുള്ള ഷെഡുള്ള നൂനും തേക്കീതിന്റെ നൂനും എന്നാ പറയാം. അപ്പൊ ഫേലിൽ ഇങ്ങനെ രണ്ട് വാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജഹീമ തക്കാസുര സൂറത്തിന് നമ്മൾ പറഞ്ഞു അൽഹാക്കുമുത്തക്കാസുര ഹത്താ സുർത്തുമൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ. ഇതിലും അങ്ങനെയുള്ള രണ്ട് വാക്കുകളുണ്ട്. തീർച്ചയായും ലതറവുന്നൽ ജഹീമ തീർച്ചയായും അവൻ നരകത്തെ കാണുക തന്നെ ചെയ്യുമെന്ന. പിന്നെ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹ അവിടെ മറ്റൊരു വാക്ക് ഐനുൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ ലതുസ്അലുന്ന. ഇങ്ങനെ ഉള്ള വാക്കുകൾക്കൊക്കെ മീനിങ് ല എന്ന് പറഞ്ഞതിനും ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് യുമ്പതന്ന ഉത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള തേക്കീതിന്റെ രണ്ട് ശക്തിയായ മീനിങ് ആണ് ഇവിടെ. എറിയപ്പെടും എന്നുള്ളതിനെ ശക്തിയാക്കാൻ, ആ മീനിങ്ങിനെ ശക്തിയാക്കാൻ വേണ്ടിയാണ് ആദ്യത്തിൽ ലാ കൊടുത്തു, പിന്നെ തേക്കീതിന്റെ നൂന് കൊടുത്തു. അപ്പോൾ ഉത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. ഈ ധന്യൽ നിന്ന് പിന്മാറട്ടെ. ഹാദൽ ജാഹിദ് ഈ ജാഹിദ് പിന്മാറട്ടെ. അപ്പോൾ അള്ളാഹുവിനെ തന്നെ സത്യം തിരുത്തറഹന്ന പിന്നാലി അവൻ നരകത്തിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. അല്ലത്തി തുഹത്തമ കുല്ലമായ അതിലേക്ക് ഇടപെടുന്ന സാധനങ്ങളെല്ലാം ആകെ പൊടിഞ്ഞ് കഷ്ണമാവും. മറനിരക്കുള്ള ശക്തമാണ് നരകമാണ്. അപ്പോ ഈ ഹുത്തമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അത് വലിയ ഒരു അതിന്റെ കാര്യം വളരെ ശക്തമാണ് എന്നുള്ള ഇതാണ് അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നത്. ഹുത്തമ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് റസൂലിനോട് ചോദിക്കുകയാണ്. ഇങ്ങനെ വമാദരാക്ക എന്നുള്ളത് നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മൽഹുത്തമ. അപ്പോൾ ഈ ഹുത്തമ എന്ന് പറയുന്നത് വളരെയധികം ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ.
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ മാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ അങ്ങനെ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാ അദ്റാക എന്നുള്ള ഈ വാചകം പല സൂറത്തിലും പറഞ്ഞിട്ടുണ്ട്. മാ അദ്റാക മൽ ഹുത്തമ, ഹുത്തമ എന്താണെന്ന് അറിയാമോ? അത് ഇതിന്റെ ഈ വിഷയത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് വമാ അദ്റാക മൽ ഹുത്തമ എന്നിവിടെ പറഞ്ഞത്. ഉത്തമ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന മാതിരിയല്ല. എന്താ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യം, വളരെയധികം ഗൗരവമുള്ള ഭീകരതയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തഫ്ഹീമും തർവീദിന്റെ ശൈലിയായി ഉത്തമയുടെ കാര്യം വളരെയധികം ഭീകരമായ കാര്യമാണ്. എന്നിട്ട് മല്ലതി ആലമൊക്കെ യാ മുഹമ്മദ് ഹഖീഖത്തി ഹാദിഹിൻ നാരിൽ അദീമ, ഈ ഭീകരമായ ഈ നരകത്തിന്റെ അവസ്ഥ എന്താണെന്ന്, യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് റസൂലിനോട് ചോദിക്കുന്നത്. അത് എല്ലുകൾ തകിടുപൊടിയാക്കും, തുഹത്തിനുള്ള ലഹവും മാംസം ഒക്കെ തിന്നു തീർക്കും. അങ്ങനെ പിന്നെ ഹൃദയത്തിലേക്കാണെന്ന് കിടക്കുക. ഈ ഹൃദയത്തിൽ കടന്നുകൊണ്ട് ഹൃദയത്തിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ഇത് അറ്റാക്ക് ചെയ്യും ഈ ഹുത്തമ. അതായത് ഇതിന്റെ വേദനകളും മറ്റും ഹൃദയത്തിലേക്ക് എടുക്കും. ഹൃദയത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാം? ഈ വേദനകളൊക്കെ അവിടെ വെച്ച് അവസാനിക്കുന്നില്ല, അത് ഹൃദയത്തിലേക്കാണ് പിന്നെ പോവുക. ഇത് 5 ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ എടുത്തത്. ഈ 5 ആയത്തുകളും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് 4 ആയത്തും കൂടി ഉണ്ട് ഈ സൂറത്തിന്റെ, അത് വേറെ വീഡിയോയിൽ എടുക്കാം. എല്ലാവരും തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ അധികം കാണുന്നില്ല, എന്താ കാരണം എന്ന് മനസ്സിലാവുന്നില്ല. 401 സബ്സ്ക്രിപ്ഷൻ ആയതായിരുന്നു, അത് 395 മടങ്ങി വന്നു. അത് മനസ്സിലാവില്ല എന്താണെന്ന്. ഏതായിരുന്നാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാൽ നമ്മളെല്ലാവരെയും അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.